ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂൺ ഗോഡസ് കൗച്ചർ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. അതൊരു ഓൺലൈൻ ബൊട്ടീക്കാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതും കുപ്രസിദ്ധി ആയിട്ടുള്ള ഒരു ബൊട്ടീക്കാണ് ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ, അവർ ഓർഡർ എടുത്തിട്ട് കൃത്യസമയത്തല്ല നമുക്കത് എത്തിച്ചു തരാറുള്ളത്. പലപ്പോഴും അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് ഒരുപാട് കാലമായിട്ട് യൂട്യൂബിലൊക്കെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന, പലരും ഇതിനെക്കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട്, നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്, അവർ വളരെ മോശമായിട്ട് തിരിച്ച് ബിഹേവ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ബൊട്ടീക്കാണ് ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ബൊട്ടീക്ക്. അപ്പൊ ഈ മൂൺ ഗോഡസിനെ കുറിച്ചിട്ട് എപ്പോഴും റിവ്യൂസ് വരാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിയതിനെ കുറിച്ചൊക്കെ ആളുകൾ ഇടുന്ന റിവ്യൂസ് യൂട്യൂബിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂസും പോസിറ്റീവ് റിവ്യൂസും ഒക്കെ കാണാൻ പറ്റും. നെഗറ്റീവ് ആണ് കൂടുതൽ കാണാൻ പറ്റാറുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു റിവ്യൂവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൊതുവെ അവരെ കുറിച്ചുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 4 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 8 മാസം, അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് പൊതുവെ അവർ പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പൊ ഇപ്പോ റിദാൻസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിലാണ് അവരുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ വന്നിട്ടുള്ളത്. മൂൺ ഗോഡസ് കൗച്ചർ എന്നിട്ടുള്ള ഒരു പേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്റെ കുഞ്ഞുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം, അവന് 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരു ഫീഡിംഗ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു. ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് 31, 2024 ആ ഓർഡർ പ്ലേസ് ചെയ്തത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, ഏകദേശം 1 കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത്. ഇവരുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യുക. ഈ റീലിന്റെ അടിയിൽ ഒരു കമന്റ് ചെയ്തു, എനിക്ക് ഓഗസ്റ്റ് 31 ഓർഡർ ചെയ്ത ഐറ്റം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് എന്നെ എന്റെ ഹസ്ബൻഡിനെ ഒക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അതിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവർ ഓഗസ്റ്റിൽ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ഓഗസ്റ്റിൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഇവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു, കസ്റ്റമറുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ കുറിച്ചാണോ നിങ്ങൾ ഈ മോശം പറയാനായിട്ട് വന്നിരിക്കുന്നതെന്ന്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവർ ഓഗസ്റ്റ് 31, 2024 ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. അത് അവർക്ക് കിട്ടുന്നത് ഓഗസ്റ്റ് 14, 2025 എന്ന് വെച്ചാൽ കൃത്യം 1 വർഷം കഴിഞ്ഞ ശേഷമാണ്. 1 വർഷം തികയാൻ ആകെ 2 ആഴ്ച ബാക്കിയുള്ളവരുമ്പോഴാണ് അവർക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ എപ്പോഴും ഒരു ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ചടങ്ങ്, ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അതിനിടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നു, അപ്പോൾ നമുക്കൊരു പുതിയ ഡ്രസ്സ് ഇടണം. അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും പിറന്നാൾ ഫംഗ്ഷന് പങ്കെടുക്കുന്നു, അപ്പോൾ നമുക്കൊരു പുതിയ ഡ്രസ്സ് എടുക്കണം. അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, അപ്പോൾ നമുക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിയിടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ബൊട്ടീക്കുകളിലൊക്കെ പ്രത്യേകം ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ, നമ്മളത് നമ്മളുടെ ഏതെങ്കിലും പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും വാങ്ങുക. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സുകൾ, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങുന്ന ഡ്രസ്സുകളാണ് അവർ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അയച്ചു തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പെൺകുട്ടി, ഈ കംപ്ലൈന്റുമായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി, ഈ വീഡിയോ ചെയ്തിട്ടുള്ള പെൺകുട്ടി പറയുന്നത്, ആ കുട്ടി പ്രസവിച്ച സമയത്ത്, അവരുടെ മോനെ പ്രസവിച്ച സമയത്ത് ഒരു ഫീഡിംഗ് കുർത്തിയാണ് ഓർഡർ ചെയ്യുന്നത്. കുറച്ച് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള കുർത്തിയാണ്. കുറെ ബീഡ് വർക്കൊക്കെ ഉള്ള, ഹാൻഡ് വർക്കൊക്കെ ഉള്ള, ഹെവി വർക്കൊക്കെ ഉള്ള ഒരു കുർത്തിയാണ് അവർ ഓർഡർ ചെയ്യുന്നത്. അവരുടെ എന്തെങ്കിലും, ഇപ്പൊ കുട്ടിയുടെ 28 പോലെയുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കാം അവരത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അന്ന് അവരത് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു പോകുന്നു. ആ 1 വർഷം കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ, അവരുടെ കുട്ടിക്ക് 1 വയസ്സായി എന്ന് വെച്ചാല് അവര് ഫീഡിങ് കുർത്തിയായിട്ട് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഫീഡ് ചെയ്യാൻ കൂടെ സൗകര്യമുള്ള ഒരു കുർത്തിയായിട്ടാണ് അവർ ആ കുർത്തി വാങ്ങിയിട്ടുള്ളത്. സിബൊക്കെ ഉള്ള ഒരു കുർത്തി. ആ കുർത്ത ആണ് അവര് ഈ 1 വർഷം കഴിഞ്ഞിട്ട് റിസീവ് ചെയ്യണത്. അപ്പോഴേക്കും ഈ കുട്ടിയൊക്കെ വലുതായി, ആ കുട്ടിയുടെ പാലുകുടിയൊക്കെ മാറുന്ന പ്രായം കഴിഞ്ഞിട്ടാണ് അവരുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ, ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ അളവ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു എസ് സൈസുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ലാർജ് സൈസുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മളെ കയ്യിൽ 1 വർഷം കഴിഞ്ഞത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ XXL സൈസിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. നമ്മളെ ശരീരത്തിന്റെ വണ്ണം, അളവ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറി വരാം. അല്ലെങ്കിൽ 1 വർഷം മതി ഒരു മനുഷ്യന്റെ രൂപവും ശരീരവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ 1 വർഷം കൊണ്ട് ഒരു പ്രൊഡക്റ്റ് തരുമ്പോൾ എന്താണ് അതിലൊരു കാര്യമുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അവർക്ക് ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ എടുക്കുമ്പോൾ അത് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റില്ല വെച്ചാൽ അവരെന്തിനാണ് ഇത്രമാത്രം ഓർഡർ എടുക്കുന്നത്? അല്ലെങ്കിൽ അവർ ആ ഓർഡർ എടുത്തു, അത് അവർക്ക് കൃത്യസമയത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ട് ഇത് ചെയ്തൂടെ? അത്രേ ചോദിക്കുന്നുള്ളൂ. പിന്നെ അവർ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ
കസ്റ്റമേഴ്സിനോട് വളരെ മോശമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകളോട് അവർ വളരെ മോശമായിട്ടാണ് പെരുമാറാറ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ, ഈ കുട്ടി ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. കൊടുത്തിട്ടുള്ള നിയമാവലിയിലൊക്കെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടും, 5 ദിവസത്തിനുള്ളിൽ കിട്ടും, 2 ദിവസത്തിനുള്ളിൽ കിട്ടും എന്നൊക്കെ കണ്ടിട്ടാണ് ഈ ആളുകൾ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയില്ല ഇതുപോലെ ഇവര് നീട്ടി 1 വർഷം വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊന്നും അറിയില്ല. അറിയാതെ ആയിരിക്കും പലരും ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അവര് ഇൻസ്റ്റഗ്രാമിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ കാണുമ്പോൾ ഓർഡർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യം ഈ കൃത്യസമയത്ത് കിട്ടുന്നില്ല എന്നറിയുമ്പോൾ കസ്റ്റമർ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യും. അവരെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോൾ അവര് ആദ്യം ഒരു 10 ദിവസം കൂട്ടി ചോദിക്കും, പിന്നെ ഒരു 15 ദിവസം കൂട്ടി ചോദിക്കും. ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ വീണ്ടും വീണ്ടും സമയം കൂട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടും അവർ കൂട്ടി ചോദിക്കുന്ന സമയത്തൊന്നും ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അവരോട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർ നമ്മൾ മെസ്സേജ് അയക്കുന്ന നമ്പറുകളൊക്കെ നമ്മൾ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാ സ്ഥലത്തും നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയും. ഇതാണ് വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇവിടുത്തെ സെലിബ്രിറ്റികളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ബൊട്ടീക്കിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഇപ്പൊ വീടുകളിലൊക്കെ ഒരു 10 ചുരിദാർ വാങ്ങിയിട്ട് ഈ ഓൺലൈനിലൂടെ വിൽക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരെ കുറിച്ച് ഒന്നും പറയാനില്ല. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറയാം. പക്ഷെ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വലിയ സംരംഭകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മലയാളത്തിലെ പല പ്രമുഖ ചാനലുകളും ന്യൂസ് 18 പോലത്തെ ചാനലിനകത്തൊന്നും ഒക്കെ ഇന്റർവ്യൂ ചെയ്ത് എത്രയോ ഇന്റർവ്യൂകളൊക്കെ കിടക്കുന്നുണ്ട്. ഇവര് ഭയങ്കര സംഭവമാണ്, ഇവര് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ എവിടെന്നെങ്കിലും പോയിട്ട് ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഓൺലൈനിലൂടെ വിൽക്കുന്നവരല്ല. അവരവരുടെ സ്വന്തം ഡിസൈനാണ് ചെയ്യുന്നത്. അവരൊരു ഡിസൈൻ ചെയ്തിട്ട് അത് അവർ തന്നെയാണ് അതിന്റെ ഓണർ തന്നെയാണ് ഇതിന്റെ മോഡൽ എന്ന് പറയും. അവർ തന്നെ ആ ഡ്രസ്സ് വെയർ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മളത് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കത് മിനിമം 1 മാസത്തിനുള്ളെങ്കിലും തരാനുള്ള ഒരു മര്യാദ അവർ കാണിക്കേണ്ടതല്ലേ. ഈ 1 വർഷം എന്നൊക്കെ ഉള്ള കാലയളവ് നമുക്ക് ആ ഡ്രസ്സിനോടുള്ള ഇഷ്ടം, നമുക്ക് ആ ഡിസൈനിനോടുള്ള ഇഷ്ടം തന്നെ ഒരു പക്ഷേ 1 വർഷം കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിന്റെ ഫാഷൻ വരെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഈ കുട്ടി 1 വർഷം മുൻപ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഷിഫോണിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു ചുരിദാറാണത്, ഒരു കുർത്തയുടെ ഒരു പീസാണത്. അതെന്ന് പറഞ്ഞാല് അന്ന് അത്ര ജോർജറ്റിൽ ചെയ്യുന്ന വർക്ക് അത്ര കോമൺ ആയിരുന്നില്ല തോന്നുന്നു. ഇന്നിപ്പോ സാധാരണ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് അതേപോലത്തെ ഡിസൈനുള്ള എത്രയോ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ 1 വർഷം മുൻപത്തെ സംഭവം. ഇന്നിപ്പോ അത് ഫാഷൻ മാറി എന്ന് പറയാം. കാരണം ഇന്നിപ്പോ ജോർജറ്റിലുള്ള മെറ്റീരിയൽ എത്രയോ സുലഭമായിട്ട് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവര് 1 വർഷം മുൻപുള്ള ഫാഷൻ ഇപ്പൊ ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അവര് ചെയ്ത ഈ വീഡിയോ ചെയ്ത പെൺകുട്ടി പിന്നെ അവര് ഇതിന് പ്രതികരിച്ചതിന്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത് എന്ന് ചോദ്യം ചെയ്തതിന് അവർ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ചെയ്തു. അവരുടെ ഹസ്ബൻഡിന്റെ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഹസ്ബൻഡിന്റെ നമ്പറിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർ വിചാരിച്ചു ഇനി ഇവർ ഈ ചാനലൊക്കെ നിർത്തിപ്പോയോ, ഇവർക്ക് ഈ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലേ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഇങ്ങനെ ഇവരുടെ പേജുകളോ ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ടിന്റെ നമ്പറിൽ നോക്കിയപ്പോൾ അവരുടെ പേജുകളും അവരുടെ ഇൻസ്റ്റഗ്രാമും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അവര് ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പണം അങ്ങോട്ട് അടച്ച്, ഇത് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അല്ല, അവര് ആദ്യം തന്നെ കാശ് അടച്ചിട്ട് ആണ് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്കത് ഇനിയിപ്പോ അവർക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്കത് റീഫണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് പകരം ഒരു വ്യക്തിനെ അവർ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അവർ കസ്റ്റമേഴ്സിന് പുല്ല് വിലയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലും വില അവർക്കുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവരെ കൊണ്ട് പറ്റുന്ന ഓർഡർ അവർക്ക് എടുത്താൽ പോരെ. അല്ലാതെ ഉള്ള നാട്ടിൽ കിട്ടുന്ന ഓർഡർ മുഴുവൻ വാങ്ങി വെക്കുക, എന്നിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും വരുമാനം ഉള്ളതല്ലേ, അവർക്ക് കൂടുതൽ സ്റ്റാഫിന് വെച്ചിട്ട് ചെയ്തുകൂടെ? അവരെ കൊണ്ട് പറ്റാത്ത പണിക്ക് അവരെന്തിനാണ് നിൽക്കുന്നതെന്നാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ വീഡിയോ ചെയ്ത പെൺകുട്ടി ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മോശമൊന്നും പറയുന്നില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അവര് കൊടുത്തിട്ടുള്ള ഒരു കുർത്ത എന്ന് പറഞ്ഞാല് വളരെ ഹെവി വർക്കുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് കുർത്തയാണ് അവർ മോഡലായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു കുർത്ത വളരെ എന്തോ മോശമായിട്ടുള്ള, സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വർക്ക് ചെയ്തിട്ടുള്ള, ഒരു ബീഡ് വർക്ക് ചെയ്തിട്ടുള്ള, കട്ട് ബീഡിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുർത്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ കുട്ടി എങ്ങനെ സാറ്റിസ്ഫൈഡ് ആയി എന്നറിയില്ല. ആ കുട്ടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, നമുക്കതിൽ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ അവരുടെ മിക്ക പ്രോഡക്റ്റും ഞാൻ ഈ യൂട്യൂബിലൊക്കെ റിവ്യൂ കണ്ടിട്ടുണ്ട്. അവർ കൊടുത്ത പ്രോഡക്റ്റ്, അവര് മോഡലായിട്ട് കൊടുത്ത പ്രോഡക്റ്റുമായിട്ട് അതിന് പലപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് വ്യത്യാസമുണ്ട്. അവർ കൊടുത്തത് നല്ല ഹെവി വർക്ക് അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കും. അവർ അയച്ചു കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒരു ലോക്കൽ ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഞാൻ അവരുടെ പ്രോഡക്റ്റ് വാങ്ങി നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാലം മുതൽ ഞാൻ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നെഗറ്റീവ് റിവ്യൂ കാണാറുണ്ട്. അവരുടെ ഈ മോശം കസ്റ്റമർ സർവീസിനെ കുറിച്ചുള്ള റിവ്യൂ കാണാറുണ്ട്. മുൻപ് ഇത് വിവാദമായിട്ടുണ്ട്. അവരുടെ വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ കസ്റ്റമേഴ്സിനോട് ഞാനൊരു 10 ദിവസമല്ലേ നിങ്ങളോട് കൂട്ടി ചോദിക്കുന്നുള്ളൂ. അപ്പൊ കസ്റ്റമർ പറയുന്നുണ്ട് 10 ദിവസം നിങ്ങൾ മുൻപ് 10 ദിവസം ഇതേപോലെ ചോദിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് അന്ന് ആ പ്രൊഡക്റ്റ് തരാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് ഞാൻ എന്തിനാ
എന്തിനാ 10 ദിവസം തരുന്നതെന്നൊക്കെ പറയുന്നത്. പിന്നെ അവരോട് എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്ന ആളുകൾക്ക് എതിരെയൊക്കെ അവർ കേസ് കൊടുക്കുന്നുള്ളതാണ്. ഇവരെയൊക്കെ കറക്റ്റായിട്ട് കസ്റ്റമർ കോർട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പറ്റിപ്പുകൾ ആളുകളോട് ചെയ്യരുത്. അവരെ കൊണ്ട് പറ്റുന്ന പണി അവർ ചെയ്യേണ്ടതാണ്. കസ്റ്റമറെ പറ്റിക്കാനുള്ള, കസ്റ്റമറാണ് കിങ് എന്ന് നമ്മളെപ്പോഴും പറയും. കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ട് അവരെന്താണ് നേടാൻ പോകുന്നത്? ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കുറ്റങ്ങൾ അവരെ കുറിച്ച് അവരിങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ആളുകൾ ഇവരുടെ അടുത്ത് പ്രോഡക്റ്റ് വാങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ 1 വർഷം മുൻപാണത് ഓർഡർ ചെയ്തത്. അന്ന് എനിക്ക് ഇവരെ കുറിച്ച് ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞാനൊരു പ്രൊഡക്റ്റ് വെറുതെ പോയി നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് കണ്ടു, കാശ് കൊടുത്തു, ഓർഡർ ചെയ്തു. അതെന്ന് പറഞ്ഞാൽ 2300 അത്ര രൂപയുടെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അന്ന് കാശ് കൊടുത്തത് അവരെ ഓർഡർ ചെയ്തു. പിന്നീട് ഇവർക്ക് കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റ് കിട്ടാതെ ആയപ്പോഴാണ് അവർ ഇവരെ കുറിച്ച് ഇത്രയും മോശം അഭിപ്രായം ഉണ്ടെന്ന് യൂട്യൂബിലൊക്കെ റിവ്യൂ കണ്ട് മനസ്സിലാക്കുന്നത്. എല്ലാവരും റിവ്യൂ കണ്ടിട്ടൊന്നല്ല എല്ലാം വാങ്ങുന്നത് അല്ലേ. ഇപ്പൊ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മൂൺ കോഡസ് എന്ന് പറഞ്ഞ ബൊട്ടിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അസ്വി മലയാളമൊക്കെ അവരുടെ ഭയങ്കര പ്രൊമോട്ടറാണ്. അവർ രണ്ടുപേരും കൂടെ വീഡിയോ ചെയ്യുന്നു, അവരുടെ പ്രൊഡക്റ്റിനെ പുകഴ്ത്തുന്നു. ഇവരെയൊക്കെ വിശ്വസിക്കുന്ന, യൂട്യൂബേഴ്സിനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അസ്വി പറഞ്ഞല്ലോ നല്ലതാണെന്ന്, അപ്പൊ നല്ലതായിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾ കുറച്ചെങ്കിലും അവരുടെ ഒരു വില അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിനോടൊക്കെ കുറച്ച് വില കൊടുക്കുക. അവരിത് ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇത്രയെങ്കിലും വില കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇത്തരം ആളുകളുടെ ചതിക്കുഴികളിൽ പോയി പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു റിവ്യൂ, ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ റിവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ഓൺലൈനിലൊക്കെ വാങ്ങുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ റിവ്യൂ ഒക്കെ 1-2 വായിച്ചു നോക്കുക. അവരെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, സത്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാനേ പറയാം. എല്ലാവർക്കും നന്ദി.